അതെ, അവിടുത്തെ ആ സംഭവത്തെയും തുടക്കം ആർക്കാണ്, അതിന്റെ പ്രകോപനം ആർക്കാണ്, ഈസ് ദ അഗ്രസർ. അതാണ് നിയമത്തിന്റെയും രാഷ്ട്രീയത്തിലും പരിശോധിക്കണം. UDFന്റെ ബൂത്ത് ഏജന്റിനെ ആക്രമിക്കുന്ന സംഭവത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സഹോദരൻ ഇടപെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേസുകാരനായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമില്ലല്ലോ, നിങ്ങളുണ്ടാക്കുന്ന വിഷയമല്ലാതെ. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എന്താണ്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സുധാകരൻ കേരളത്തിലെ 10 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടി അദ്ദേഹം വോട്ടർമാരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പേരിൽ വന്ന കത്ത് ഞാൻ ഒപ്പിട്ടതല്ല. ഞാൻ അങ്ങനെ യാതൊരു കത്ത് എഴുതുകയോ ഒപ്പിടുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അത് ഞാൻ ഈ വ്യാജ വാർത്ത ഉണ്ടാക്കിയ സംഭവത്തിൽ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. കേസിനെ വിശ്വസിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഗവൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അങ്ങനെ മടിച്ചാൽ ഞാൻ മറ്റൊരു കാഫിർ സ്ക്രീൻഷോട്ടാണിത്. വടകരയിൽ സാഫി പറമ്പലിനെതിരെ UDFന്റെ പ്രവർത്തകൻ സൃഷ്ടിച്ചതായി ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. ആ കേസ് അന്വേഷണം LDFലേക്ക് എത്തിയപ്പോൾ അന്വേഷണം അറിയിപ്പിച്ചു. UDFന്റെ പ്രവർത്തകനെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു. ആ പ്രവർത്തകൻ കേരള ഹൈക്കോടതിയിൽ പോയി പോലീസ് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് എത്തിച്ചേർന്നവിടെയാണ് അമ്പാടി സഹാക്കൾ, റെഡ് വോളണ്ടിയേഴ്സ്, റെഡ് എൻകൗണ്ടേഴ്സ്, അവരാണിതിന്റെ നിർമ്മാതാക്കളും അവരാണിതിന്റെ പ്രചാരകരും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ഇത് അവസാനം കേസ് തെളിയിക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? കേസ് തെളിയിക്കാൻ കഴിയും. തെളിയിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അതിലെ പ്രതികൾ CPMന്റെ ഈ പറഞ്ഞ സംഘങ്ങളാണ് എന്ന് വ്യക്തമാക്കപ്പെടും എന്നറിയുന്നത് കൊണ്ട് കേസിൽ ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നു, എന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേരിലുണ്ടാക്കിയ വ്യാജക്കത്ത് ആര് നിർമ്മിച്ചു, ആര് പ്രചരിപ്പിച്ചു എന്ന് തെളിയിക്കാൻ ഗവൺമെന്റും പോലീസ് സംവിധാനവും ശ്രമിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ കോടതിയിൽ ഏതറ്റം വരെയും പോയി ഞങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അക്കാര്യത്തിലെ ഞങ്ങളുടെ നിരപരാധിത്വവും കൃത്യമായിട്ട് തെളിയിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം സണ്ണി ജോസഫിനെ കുറിച്ച്. ഞാനൊരു കത്തെഴുതി കൊടുത്താലേ അത് എഴുതി കൊടുത്തു എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവത്ത് എനിക്കുണ്ട്. എന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ പ്രഗത്ഭനൊന്നുമല്ല, സാധാരണക്കാരനാണ്. ഒരു കത്ത് കൊടുത്താൽ AICCക്ക് ഒരു കത്ത് കൊടുത്താൽ കൊടുത്തെന്ന് ധൈര്യമായിട്ട് പറയും. കൊടുക്കാത്ത കത്ത് വ്യാജമായി ഉണ്ടാക്കിയാൽ കൊടുക്കാത്ത കത്ത് ആര് വ്യാജമായി ഉണ്ടാക്കിയും തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. നോക്കട്ടെ, കാഫിർ സ്ക്രീൻഷോട്ട് ആരാ നിങ്ങൾ പറ. കാഫിർ സ്ക്രീൻഷോട്ട് ആരാ ഉണ്ടാക്കിയത് അത് പറ. നിഷേധിക്കാൻ കഴിയോ? എന്തോ ഹൂഎവർ ദേ മേ ബി, ആരാണെങ്കിലും തെളിയിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കുക ഗവൺമെന്റിനെ. അവരും കുറച്ച് ഒട്ടിച്ചല്ലോ, വെല്ലുവിളിക്കുക അത് തെളിയിക്കാൻ. ആ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരാശയക്കുഴപ്പമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ കത്ത് വന്നാൽ, നിങ്ങളുടെ പേരിൽ ഒരു കത്ത് വന്നാൽ അത് വ്യാജമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുക്കുന്നു. ആർക്കാ പരാതി കൊടുക്കുന്നത്? കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ചീഫിനാ പരാതി കൊടുക്കുന്നത്. അവരെല്ലാ സംവിധാനവും വെച്ച് അന്വേഷിച്ചോട്ടെ. തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. അത് തെളിയിച്ചാൽ എന്റെ ഒപ്പാണ്. ഞാൻ ആ കത്ത് കൊടുത്ത് തെളിയിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഇലക്ട് ചെയ്യപ്പെടുന്ന എന്റെ വിശ്വാസം. MLA സ്ഥാനം ഒഴിവാക്കിയേക്കാം, രാഷ്ട്രീയം അവസാനിപ്പിച്ചേക്കാം. ഐ ചലഞ്ച്. അതാരാ ഉണ്ടാക്കിയ മറ്റൊരു കാഫിർ സ്ക്രീൻഷോട്ട്, അത് വില പോവില്ല. അദ്ദേഹം പറഞ്ഞെന്താ? നിങ്ങളെ വീട്ടിൽ വെച്ചല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചല്ലേ നിങ്ങൾ എനിക്ക് സണ്ണിയോട് പ്രേമെന്ന് പറഞ്ഞു. ആ അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ തീരും. ഒരു പ്രശ്നവും തീരണ്ടയില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ പോയിട്ട് അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്. നിങ്ങളല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കാഫിർ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് ചർച്ച ചെയ്തത്?
ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീങ് റിപ്പീറ്റഡ്. അതിന്റെ തനിയാവർത്തനം. സാധാരണ ഞാൻ ആ കത്ത് നിഷേധിച്ചു. പക്ഷെ ആ കാര്യം സണ്ണി ജോസഫിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ അത് എന്റെ കൂടി പരാജയമല്ലേ? ആ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതായത് കെ സുധാകരന്റെ ആ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് കോടതിയിൽ നിന്ന് കാണാം. ആരെയും ബോധ്യപ്പെടുന്ന കാര്യമല്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ കത്തിന്റെ ഉത്ഭവം അത് വ്യാജമായി ഉണ്ടാക്കിയതാണ്. ആ കത്ത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഒന്ന് ഞാൻ ആവശ്യപ്പെട്ടു, രണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. ഭരണ സംവിധാനത്തിന് കള്ളക്കളിയിൽ പങ്കുള്ളതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും അവര് മറ്റൊരു കാഫിർ സ്ക്രീൻഷോട്ടായിട്ട് ഇത് മാറുമെന്നുള്ളതുകൊണ്ടും അവരന്വേഷിക്കാതെ വന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു.